Good morning students. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്ഷൻ 4.3 ആണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷനും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും. നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ നെഗറ്റീവുമായിരിക്കണം, കണ്ടിന്യൂസുമായിരിക്കണം. കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനാണ് നമ്മൾ ഇവിടെ ഈ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഫംഗ്ഷനെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് അതിൻ്റെ കാര്യം പറയുന്നത്. ഇൻ്റർവെൽ നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻ്റർവെല്ലിനെ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഈക്വലി സ്പേസ്ഡ് പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ആ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ബിഗിനിങ് പോയിന്റ് x0 ആയിട്ടും അടുത്ത പോയിന്റ് x1 x2 എക്സെട്ര xn-1 xn എന്ന് പറയുന്നത് ബി ആയിട്ടും ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്. ഈ ഡിവൈഡ് ചെയ്തുള്ള പോയിന്റുകൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈക്വൽ ആയിട്ട് വരില്ല. എങ്ങനെ വരും? a = x0 ലെസ് ദാൻ x1 ലെസ് ദാൻ x2 എക്സെട്ര ലെസ് ദാൻ xn-1 ലെസ് ദാൻ xn = b. ഇതിനെ പറയുന്നതാണ് റെഗുലർ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ റെഗുലർ പാർട്ടീഷൻ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഇൻ്റർവെല്ലിനെ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ സബ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ x0 x1, രണ്ടാമത്തെ ഇൻ്റർവെൽ x1 x2, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ xn-1 xn എന്ന് പറഞ്ഞിട്ടുള്ള n ഇൻ്റർവെൽസ് നമുക്ക് കിട്ടും. n ക്ലോസ്ഡ് ഇൻ്റർവെൽസ് നമുക്ക് കിട്ടും. ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽസിൽ ആദ്യത്തെ x0 എന്ന് പറയുന്നത് എയും xn എന്ന് പറയുന്നത് ബിയുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളത്, ഇതിൻ്റെ എങ്ങനെയാണ് ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിയും സൈസ് പറയുക എന്നുള്ളതാണ് പറയണത്. അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഇൻ്റർവെല്ലുകൾ വേണം അല്ലെങ്കിൽ എത്ര ഡിവിഷൻ വേണം എന്നുള്ളത് നമ്മുടെ n ആണ് നമ്മുടെ വിഡ്ത്തിനെ ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ n വെച്ചിട്ടാണ് നമ്മൾ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൈസിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എക്സ്. ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എക്സ്. ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് പറയുന്നതാണ് ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ എത്ര സബ് ഇൻ്റർവെൽസ് വേണോ അത്. അപ്പോൾ b - a/n അതാണ് നമ്മുടെ ഡെൽറ്റ എക്സ്. ഈ പാർട്ടീഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടീഷൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊത്തം ഈ ഫിഗർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. ആ ഫംഗ്ഷൻ പ്രകാരം നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഈ മൊത്തം റീജിയനെ നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ ഈ മൊത്തം എസ്സിനെ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഓരോ പോയിന്റും എന്താക്കി ഡിവൈഡ് ചെയ്യാണ്? സബ് ഇൻ്റർവെൽസ് ആയിട്ട് അല്ലെങ്കിൽ സബ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ആദ്യത്തെ റീജിയനാണ് S1 എന്നുവെച്ചാൽ x0 തൊട്ട് x1 വരെയുള്ള ഭാഗത്തിൻ്റെ റീജിയനെ S1 എന്നും അടുത്തതിന് S2 എന്നും S3 എന്നും അങ്ങനെ പോയിട്ട് ലാസ്റ്റത്തേന് SN എന്ന് പറഞ്ഞാൽ സബ് റീജിയനായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സബ് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു റീജിയൻ എടുക്കുകയാണ് SI എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു റീജിയൻ എടുത്തു SI എന്ന് പറയുന്നത്. ആ SI എന്ന് പറഞ്ഞ ഒരു സബ് റീജിയൻ ജനറലായിട്ട് പറയുമ്പോൾ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ് അത് ഏത് ഇൻ്റർവെല്ലിൽ വരും? ക്ലോസ്ഡ് ഇൻ്റർവെൽ xi-1 xi-ൽ for i = 1 to etc n. അതെങ്ങനെയാണ് പറയാൻ പറ്റിയത്? നമുക്കറിയാം S1 എന്ന് പറയുന്നത് എവിടെ വരും? ക്ലോസ്ഡ് ഇൻ്റർവെൽ x0 x1നെയാണ് S1 എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2ലാണ് എന്ത് വരുന്നത്? S2 എന്ന് പറയുന്ന സബ് റീജിയൻ വരുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ x2 x3ലാണ് S3 എന്ന് പറയുന്ന റീജിയൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ xi-1 xi എന്ന് പറയുന്നതിലായിരിക്കണം എന്ത് വരുന്നുണ്ടാവുക? SI എന്ന് പറയുന്ന സബ് റീജിയൻ വരുന്നുണ്ടാവുക. ഇനി ഇത് എല്ലാം i = 1 to etc n വരെയുള്ളതിനെല്ലാം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ ആ പെർട്ടിക്കുലർ സബ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. നൗ ദി ഏരിയ ഓഫ് ദി സബ് റീജിയൻ SI for i = 1 to etc n. അപ്പോൾ നമുക്ക് ഏരിയ ഒരു സബ് റീജിയനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിനെ എന്താക്കിയിട്ട് മാറ്റണം? ഒരു റെക്ടാങ്കിളാക്കി മാറ്റണം. അപ്പോൾ നമുക്കതിനെ എന്താക്കി മാറ്റണം? റെക്ടാങ്കിളാക്കി മാറ്റണം. ആ റെക്ടാങ്കിളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഓരോ സബ് റീജിയനെയും ഒരു പെർട്ടിക്കുലർ റെക്ടാങ്കിൾസ് ആയിട്ട് മാറ്റി. ഇത് ഓരോ റെക്ടാങ്കിളുകളായിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെക്ടാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ളത് നമുക്കറിയാം. അപ്പോൾ ബൈ ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ RI. ഇനി നമ്മൾ ജനറലായിട്ട് ഒരു RI എന്ന് പറയുന്ന റെക്ടാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ് വിത്ത് ബേസ്. അതിൻ്റെ ഇൻ്റർവെൽ ഏതാ? ക്ലോസ്ഡ് ഇൻ്റർവെൽ xi-1 xi. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് നമുക്കതിൻ്റെ ഒന്നൊരു ലെങ്ത്തോ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ പറയണമല്ലോ. അങ്ങനെ ആകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഹൈറ്റ് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിൻറ്റിനെ f(ci) എന്ന് വിളിച്ചിട്ട് അതാണ് നമ്മുടെ ഹൈറ്റായിട്ട് പറയുന്നത്. ഈ ഇൻ്റർവെല്ലാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ ഒരു പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പോയിന്റ് CI എടുത്തു കഴിഞ്ഞാൽ f(ci) എന്ന് പറഞ്ഞാണ് എന്തായിട്ട് വരുന്നത്? ഹൈറ്റ് ആയിട്ട് വരുന്നത്. വേർ CI is the arbitrary point choosing in the sub interval നിന്ന്.
അങ്ങനെയാണെങ്കിൽ ഓരോ i ഈക്വൽ ടു 1 എന്നിനും എസ് ഐ എന്ന് പറയുന്ന പോർഷൻ്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ആർ ഐ എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് സി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് മൈനസ് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയല്ലേ വരിക. ഇത് ഹൈറ്റ്, ഇത് നമ്മുടെ ആ ഇൻ്റർവെല്ലിലെ ലെങ്ത്ത്, അതല്ല നമ്മുടെ താഴെ ബ്രെഡ്ത്തായിട്ട് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് സി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. നമുക്കറിയാം ഓരോ ഇൻ്റർവെല്ലിൻ്റെ സൈസും എന്താണെന്ന് ഡെൽറ്റ എക്സ് ആണെന്ന്. അപ്പോൾ എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഐക്കും ഇത് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറയാം, ദെൻ ദി ഏരിയ ഓഫ് ദി ഹോൾ റീജിയൻ എസ് എന്ന് പറയുന്നത് ഡിനോട്ടഡ് ബൈ എ, അതിനെ എ എന്ന് ഡിനോട്ട് ചെയ്യാണ്, ഈസ് എ ഈക്വൽ ടു, അതിനെ വേറൊരു രീതിയിൽ എ എന്ന് എഴുതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ഓരോ ഏരിയ ആർ ഐൻ്റെ ഏരിയയുടെയും സം. അപ്പോൾ ഏരിയ ഓഫ് ആർ ഐ പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാണ് എന്ത്, ഏരിയ ഓഫ് ദി ഹോൾ റീജിയൻ എസ് എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണ്. എന്താ ഡെഫിനിഷൻ പറയണം നോക്കാം. എന്താ ഡെഫിനിഷൻ പറയുന്നത്, ഏരിയ ഓഫ് ദി റീജിയൻ എസ് അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. എന്നുവെച്ചാൽ എസ് എന്ന് പറയുന്ന റീജിയണിൻ്റെ ഏരിയ എഫ് ഓഫ് എക്സ് എന്ന ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. ഒരു എഫ് എന്ന് പറയുന്നത് പിന്നെ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ വേണം. അത് എവിടെ ഡിഫൈൻ ചെയ്യുന്ന, ഒരു ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യണം. ഇനി ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ എൻ സബ് ഇൻ്റർവൽസ് ആക്കി തിരിക്കുകയാണ്. ആ എൻ സബ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അതിൽ എത്ര വേണ്ടതുണ്ട്, n+1 ഈക്വലി സ്പേസ്ഡ് പോയിന്റുകൾ കിട്ടും. അപ്പോൾ നമുക്ക് n+1 ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് കിട്ടും. അതെങ്ങനെ ഇരിക്കും, എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷനിൽ നേരത്തെ പ്രൂഫിൽ പറഞ്ഞ പോലെ എക്സ് നോട്ട് എന്ന് പറയുന്നത് എയും, അതിനെക്കാട്ടും വലുതായിട്ട് x1, അതിനെക്കാട്ടും വലുതായി x2 എക്സെട്ര xn-1, xn എന്ന് പറയുന്നത് ബി ആയിട്ടും. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഏരിയ ഓഫ് ദി റീജിയൻ എസ് ദാറ്റ് ലൈ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് എ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ n ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ, വേർ സി ഐ ലൈസ് ഇൻ ദ ith ഇൻ്റർവൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1, എക്സ് ഐ. ഇതാണ് ഡെഫിനിഷൻ പറയണത്. എന്താ ഡെഫിനിഷൻ പറഞ്ഞത്, എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഒരു ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവെലിനെ നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്യണു, എൻ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണു, വിത്ത് ലെങ്ത് എന്താ പറയണത്, ബി മൈനസ് എ ബൈ എൻ. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പാർട്ടീഷൻസ് ഉണ്ടാവും, n+1 പാർട്ടീഷൻ പോയിന്റ്സ് ഉണ്ടാവും. ഈ n+1 പാർട്ടീഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട്, x1, x2 എക്സെട്ര xn ആണ്. ഒന്നും എന്തായിട്ട് വരില്ല, ഈക്വൽ ആയിട്ട് വരില്ല, എല്ലാം ലെസ് ദാൻ ആയിട്ടാണ് വരുന്നത്. എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലിമിറ്റും xn എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ കംപ്ലീറ്റ് റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ n ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. സി ഐ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എവിടുത്തെ എലമെൻറ്റാ, ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് 1, എക്സ് ഐയിലത്തെ എലമെൻറ്റാണ്. ഇതാണ് ഏരിയയുടെ ഡെഫിനേഷൻ. ഇനി നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ 2 പ്രോബ്ലം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്താ പറയണത് പറഞ്ഞാൽ, ഫൈൻഡ് ആൻ അപ്രോക്സിമേഷൻ ടു ദ ഏരിയ ഓഫ് ദി റീജിയൻ എസ് under the graph of f of x equal to 2x plus 3 on closed interval 0,4 by dividing closed interval 0,4 into 5 equal parts and choosing ci as the right end point of each interval. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു നമുക്ക് ഫൈൻഡ് ആൻഡ് അപ്രോക്സിമേറ്റ് ടു ദി ഏരിയ, ഏരിയയുടെ അപ്രോക്സിമേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. എസ് എന്ന് പറയുന്ന റീജിയൻ, എസ് ആ റീജിയൻ എസ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഫംഗ്ഷൻ എന്താണെന്ന് ഇരിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 ആണ്. ഇൻ്റർവൽ തന്നിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,4 ആണ്. ഇനി അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,4 into 5 ഈക്വൽ പാർട്സ്. തന്നിരിക്കുന്ന ഇൻ്റർവലിനെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയൊരു കാര്യം കൂടി അവർ പറഞ്ഞിരിക്കുന്നത്, ചൂസ് സി ഐ ആസ് ദി റൈറ്റ് എൻഡ് പോയിൻറ്റ്സ് ഓഫ് ഈച്ച് ഇൻ്റർവൽ. ഓരോ ഇൻ്റർവലിൻ്റെയും സി ഐ എന്ന് പറയുന്നത് റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ശരിയായല്ലോ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണ് നോക്കേണ്ടത്, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും നോൺ നെഗറ്റീവ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂ, അതല്ലെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x plus 3 ആണ്. അതെന്താണ്, ഒരു പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം എന്താണെന്ന്, കണ്ടിന്യൂസും നോൺ നെഗറ്റീവുമാണ് എന്നുള്ളത്. ഇനി 5 ഈക്വൽ പാർട്ടായിട്ട് ചൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഇൻ്റർവൽ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ പറഞ്ഞത്,
ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ എന്നുള്ളതാണ് ഫോർമുല പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ഇവിടുത്തെ ബി പറയുന്നത് 4, മറ്റേത് എ പറയുന്നത് 0 ഡിവൈഡ് ബൈ 5 ആക്കിയിട്ട്. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടി? 0.8 ആണ് നമ്മുടെ വിഡ്ത്ത് കിട്ടിയത്. അപ്പോൾ ഇൻ്റർവൽ ഏതാ? നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0.4നെ 0.8 വിഡ്ത്ത് വെച്ച് പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ x0 എന്ന് പറയുന്നത് നമ്മുടെ ഏതാ ഇൻ്റർവൽ? ക്ലോസ്ഡ് ഇൻ്റർവൽ 0.4. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0.4നെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ x0 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യണം? +0.8 ആഡ് ചെയ്തുകൊണ്ടേ പോകണം. അപ്പോൾ x1 എന്ന് പറയുന്നത് 0 + 0.8, ഇത് 0.8 + 0.8, 1.6 + 0.8, 2.4 + 0.8, 3.2 + 0.8 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 6 എണ്ണമായിട്ട് കിട്ടി. നമുക്ക് എത്ര ഇൻ്റർവൽ വരും? 5 സബ് ഇൻ്റർവൽസ് വരും. ഇനി ഓരോന്നും നമുക്ക് ചൂസ് ചെയ്യണം. CI ക്വസ്റ്റ്യനിൽ CI എങ്ങനെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? CI ആസ് ദി റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ഈച്ച് ഇൻ്റർവൽ. ഓരോ ഇൻ്റർവലിൻ്റെയും റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തിന് ഇൻ്റർവലാക്കി എഴുതുകയാണെങ്കിൽ ഇൻ്റർവലുകൾ എങ്ങനെ വരും? ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 0.8, പിന്നെ അടുത്തെന്ത് വരും? ക്ലോസ്ഡ് ഇൻ്റർവൽ 0.8, 1.6, അടുത്തെന്ത് വരും? 1.6, 2.4, അടുത്തെന്ത് വരും? 2.4, 3.2, പിന്നെ 3.2, 4. അപ്പോൾ 1, 2, 3, 4, 5 സബ് ഇൻ്റർവൽസ്. ഇതിൻ്റെ റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടാണ് CI ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവൽ എടുത്തു. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ റൈറ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 0.8. അപ്പോൾ ഫസ്റ്റ് C1 എന്ന് പറയുന്നത് എന്തായിട്ട് വന്നു? 0.8. രണ്ടാമത്തെ ഇൻ്റർവെല്ലിലെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് റൈറ്റ് എൻഡ് പോയിന്റ് ഏതാ? 1.6. അപ്പോൾ C2 എന്ത് വന്നു? 1.6. ഇതിൻ്റെ 2.4, ഇതിൻ്റെ 3.2, ഇതിൻ്റെ 4. ക്വസ്റ്റ്യനിൽ പ്രത്യേകം റൈറ്റ് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ചെയ്യുക. ഇല്ല ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. റൈറ്റ് എൻഡ് പോയിന്റോ ലെഫ്റ്റ് എൻഡ് പോയിന്റോ മിഡ് പോയിന്റോ ഇതൊന്നും അല്ലാത്തൊരു പോയിന്റോ, ഇറ്റ്സ് ഫ്രീ ടു ചൂസ് ആണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ വാല്യൂവും കണ്ടുപിടിച്ചു. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഏരിയ ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to 5 f(ci) ഇൻറ്റു ഡെൽറ്റ xi. അങ്ങനെയാകുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് I വേരി ആവുന്നില്ല. അപ്പോൾ അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നമുക്ക്? 0.8. അപ്പോൾ അതിവിടെ കൊടുത്തു. ഇൻറ്റു f(c1) + f(c2) + എക്സെട്ര പ്ലസ് എവിടെ വരെ വന്നു? f(c1) 5. ഇനി ഓരോന്നും നമ്മുടെ ഫംഗ്ഷൻ ഏതാ? നമ്മുടെ ഫംഗ്ഷനാണ് 2x + 3 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ 2x + 3 എന്നുള്ള ഫംഗ്ഷനിൽ ആദ്യം എന്ത് വന്നു? C1. അപ്പോൾ C1 പറയുന്നത് 0.8. അപ്പോൾ 2 × 0.8 + 3, 2 × 1.6 + 3, 2 × 2.4 + 3, 2 × 3.2 + 3, 2 × 4 + 3. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടി 31.2 സ്ക്വയർ യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n ആണ്. അതുകൊണ്ട് ലിമിറ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അതിനകത്ത് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളതും എത്ര ഇൻ്റർവെല്ലാക്കി ഡിവൈഡ് ചെയ്യണം എന്നുള്ളതും. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് f(x) ഈക്വൽ ടു 4 - x² ഓൺ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2, 1. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. CI എങ്ങനെ ചൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, എത്ര ഇൻ്റർവെല്ലാക്കി ഡിവൈഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർവെലിൻ്റെ ഡിവിഷൻ n ആയിട്ട് തന്നെ എടുക്കും. CI എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് CI എങ്ങനെയാണ് എടുക്കുന്നതാണോ സൗകര്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ CI ചൂസ് ചെയ്യുക. വീണ്ടും നമുക്ക് f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ 4 - x² ആണ്. വീണ്ടും പോളിനോമിയലാണ്, കണ്ടിന്യൂസും നോൺ നെഗറ്റീവും ആണ് നമുക്കറിയാം. പിന്നെ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഇൻ്റർവെല് ഇതാണ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ ഫോർമുല? ഡെൽറ്റ എക്സ് ഈക്വൽ ടു b - a/n. അപ്പോൾ b - a പറയുമ്പോൾ 1 - -2/n. അപ്പോൾ എന്ത് തോന്നുന്നു? 3/n. അങ്ങനെയാകുമ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? n+1 പാർട്ടീഷൻസ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക? x0 എന്ന് പറയുന്നത് -2, x1 എന്ന് പറയുന്നത് -2ൻ്റെ കൂടെ ഡെൽറ്റ എക്സ് ആഡ് ചെയ്യണത്. അപ്പോൾ -2 + 3/2. അടുത്ത് x2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണത്? ഡെൽറ്റ എക്സ് ആഡ് ചെയ്യണത്. അപ്പോൾ -2 + 3 + n + 3 + n എന്ന് തോന്നുന്നു 6/n എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം? ഇതിനെ 3ai/n എന്ന് എഴുതാം. xi എന്ന് പറയുന്നത് -2 + 3i/n. എക്സെട്ര xn എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഇതിനെ ഇൻ്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ ഏതാ? ക്ലോസ്ഡ് ഇൻ്റർവെൽ x0, x1. അടുത്തെന്താ? x1, x2. അടുത്തത്
അങ്ങനെ x2, x3 അങ്ങനെ നമുക്ക് ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് CI ചൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞു CI നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതല്ലാത്ത ഭാഗം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇതിലത്തെ മിഡിലത്തെ പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോയിന്റുകളായതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നത് എളുപ്പമാവില്ല, നമുക്ക് പ്രോബ്ലം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടാണ് CIനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും റൈറ്റ് എൻഡ് പോയിന്റിനെ എന്തായിട്ട് ചൂസ് ചെയ്തു, CI ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, CI ഈക്വൽ ടു ജനറലായിട്ട് XI ഈക്വൽ ടു എങ്ങനെ പറയാം, -2 + 3i/n എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ എന്ത് പറയണത്, CI ആയിട്ട് വരുന്നത്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ AN എന്ന് പറയുന്നത് എന്താ ഫോർമുല, സിഗ്മ ഈക്വൽ ടു 1 to n f of CI into delta xi. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n f of xi into 3/n. ഡെൽറ്റ എക്സ് എന്താ 3/n. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3/n കോൺസ്റ്റന്റ് അതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. സിഗ്മ ഈക്വൽ ടു 1 to n f of xi വിച്ച് ഇസ് ഈക്വൽ ടു 3/n. സിഗ്മ ഈക്വൽ ടു 1 to n എന്തായിരുന്നു ഫംഗ്ഷൻ 4 - x². അപ്പോൾ 4 - xi² എന്ന് എഴുതി. അപ്പോൾ 3/n സിഗ്മ ഈക്വൽ ടു 1 to n 4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കൊന്നുമില്ല -xi എന്ന് പറഞ്ഞാൽ എന്താണ്, xi നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, xi അല്ലെങ്കിൽ CI എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ട്. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, CI ഈക്വൽ ടു -2 + 3i/n ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -2 + 3i/n the whole square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്യണം. a - b അല്ലെങ്കിൽ a + b the whole square എക്സ്പാൻഷൻ കൊടുത്തു. a² - 2ab + b². എക്സ്പാൻഷൻ കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്തു. ആ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം വരുന്നതാണ് ഇത് 12i/n - 9i²/n² എന്നുള്ളത്. ഇവിടുന്ന് വീണ്ടും സിഗ്മേനെ ഉള്ളോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 3/n നമ്മൾ പുറത്ത് നിർത്തി, 12/n നമ്മൾ പുറത്തേക്ക് എടുത്താൽ സിഗ്മ i വരും, മൈനസ് ഇവിടുന്ന് 9/n² പുറത്തേക്ക് എടുത്താൽ സിഗ്മ i² വരും. സിഗ്മ i എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എന്താണ്, n × n + 1/2. സിഗ്മ i² എന്ന് പറയുന്നത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സം, അത് നമുക്കറിയാം റിസൾട്ട് എന്താ, n × n + 1 × 2n + 1/6 ആണെന്നുള്ളത്. ഇനി കോമൺ ടേം കട്ട് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ഇത് കിട്ടും. ഇവിടുന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 9 - 9/2n² + 9/2n എന്ന് കിട്ടും. ഈ കിട്ടിയത് ഇൻ ടേംസ് ഓഫ് എന്നിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റ് n → ∞ ഇത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് n → ∞ a വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n → ∞ 9 + 9/2n - 9/2n². ഇവിടുന്ന് n → ∞ ആകുമ്പോൾ ഈ രണ്ട് ടേമും 0 ആയിട്ട് ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, 1/9 മാത്രമേ വരുള്ളൂ. സോറി 1/9 അല്ല 9, എന്തോ ആലോചിച്ച് എഴുതിയതാണ്. 1/9 അല്ല 9, ശരിയായല്ലോ, 9 എന്ന് വന്നു.